ഹലോ, ഇത് നമ്മളൊരു പ്രത്യേക തരത്തിലുള്ള തോരനാണ് ആക്കാൻ പോകുന്നത്. ഉള്ളി തണ്ട് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ രാവിലെ തിരക്ക് പിടിച്ച് സമയമില്ലാത്ത ദിവസമൊക്കെ നമുക്ക് തീർച്ചയായിട്ടും എളുപ്പത്തിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു തോരനാണ്. പിന്നെ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റുമാണ്. അപ്പോൾ ഇതുപോലെ ഉള്ളിത്തണ്ട് മേടിച്ചിട്ട് ഇതിൻ്റെ മുകളിലത്തെ ഭാഗം സാധാരണ നമ്മൾ ഉള്ളി കട്ട് ചെയ്യുന്ന പോലെ അതിൻ്റെ തോലൊന്ന് വലിച്ചെടുക്കുക. എന്നിട്ട് താഴെയും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കൊത്തിയരിയുക. എളുപ്പമാണ് കേട്ടോ, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. ഇത് സോഫ്റ്റാണ്, അപ്പോൾ പെട്ടെന്ന് വെന്തും കിട്ടും. നമുക്കൊരു 2 മിനിറ്റിനുള്ളിൽ ഒരു തോരനാക്കണമെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള തോരൻ ഇത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഞാൻ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുപ്പിൽ ഒരു കട്ടി ചീനച്ചട്ടി വെച്ചിട്ട് നമ്മൾ താളിപ്പിനുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കടുക് വറ്റൽമുളക് ഇട്ടിട്ട് അത് ചൂടാകുമ്പോഴേക്കും നമുക്ക് അതിനകത്തേക്ക് ഈ ഉള്ളിത്തണ്ട് മുറിച്ച് ഇടാം. ഇതിൽ സെപ്പറേറ്റ് ഉള്ളിയൊന്നും മുറിച്ചിടേണ്ട ആവശ്യമില്ല. കാരണം അതിൻ്റെ സ്റ്റാർട്ടിങ് ബിഗിനിങ്ങിലുള്ളത് ഉള്ളിയാണല്ലോ, ചെറിയ ചെറിയ ഉള്ളിയല്ലേ. അപ്പം നമുക്ക് വേറെ ഉള്ളി സവാള ഒന്നും ഇടണ്ട. ഇതിലേക്ക് ഉപ്പും മഞ്ഞളും മാത്രമേ ഞാൻ പൊടിയായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒന്ന് തട്ടിയിട്ട് നമ്മളൊരു ചെറിയ അടുപ്പ് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിലേക്ക് കുറച്ച് ചെറിയ തേങ്ങ ഇട്ട് കൊടുക്കുക. കുറച്ച് ഏറെ ഇടണം കേട്ടോ, ഞാൻ റെക്കോർഡ് ചെയ്യുമ്പോൾ അത് കട്ടായി പോയതാണ്. അപ്പോൾ ഒരു 1/4 മുറി തേങ്ങ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത്